ഈ വീഡിയോയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന പിന്നെ റഷ്യയുടെ കുറച്ച് പോർഷൻ കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ വിഷയം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചൈനയുടെ ആ ഒരു കുത്തിത്തിരിപ്പ്. ചൈനയുടെ ഉള്ളിലുള്ള പത്രങ്ങളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ ശക്തമായ രീതിയിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൻ്റെ പുറകിൽ ഇരുന്ന് കളിക്കുന്നത് ന്യൂഡൽഹിയാണ് എന്ന് പല രീതിയിലുള്ള പ്രസ്താവനകൾ ചൈനയ്ക്കുള്ളിൽ പ്രിന്റ് മീഡിയ മൊത്തത്തിൽ അടിച്ചിറക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയയിൽ വീവോ ആയിക്കോട്ടെ പല സോഷ്യൽ മീഡിയയിലും ഇത് തരംഗമാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അമേരിക്കൻ സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം പാകിസ്ഥാനെ ശരിക്കും ചൈനയുടെ സപ്പോർട്ടിലേക്ക് നിലനിർത്തണം. അപ്പോൾ ചൈനയുടെ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അമേരിക്ക വരുന്നതിന് മുമ്പേ ചൈന ചാടി വീണ് പാകിസ്ഥാന്റെ സൈഡിൽ നിൽക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് സാധിക്കുന്നില്ല. കാരണം പാകിസ്ഥാന്റെ നിലവിലുള്ള സിറ്റുവേഷൻ ശരിയല്ല. കാരണം പാകിസ്ഥാന്റെ ഗവൺമെന്റ് അസീം മുനീർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. ഇത് നമ്പർ 1 സെനാരിയോ. നമ്പർ 2, ഇന്ത്യയെ ഒരു ഭീകരപ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇതിനകത്തുണ്ട്. കാരണം ചൈനയ്ക്കുള്ളിലുള്ള ജനങ്ങൾക്കും പാകിസ്ഥാനുമായിട്ട് കുറച്ച് അടുപ്പമുണ്ട്. കാരണം അവരിപ്പോൾ കുറേ കാലം കൊണ്ടേ ചൈനയും പാകിസ്ഥാനും ബായ് കാറ്റഗറിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈനീസ് ജനങ്ങൾക്കും പാകിസ്ഥാനുമായിട്ട് നല്ല താല്പര്യമുണ്ട്, ഇല്ലാന്നില്ല. അപ്പം ഇന്ത്യയെക്കുറിച്ചുള്ള ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ചൈനയ്ക്കുള്ളിൽ തുടരെ വരുന്നത്. ചൈനയ്ക്കുള്ളിലുള്ള പീപ്പിൾ ഡെയിലി മാഗസിൻ ആയിക്കോട്ടെ, ഗ്ലോബൽ ടൈംസ് ആയിക്കോട്ടെ, അതുപോലെ അവരുടെ പാർട്ടിയുടെ പത്രപ്രസ്താവന ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് അവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന് പ്രധാനപ്പെട്ട കാരണം 1.5 മാസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള വാങ് ഈ അഫ്ഗാനിസ്ഥാനിൽ പോവുകയും അവിടെ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഒരുമിപ്പിച്ച് അവിടെ നിർത്തി സംസാരിപ്പിക്കുകയും ഈ 2 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സീപക് കോറിഡോർ 2.0 എന്നുള്ള ഒരു പ്രോജക്റ്റ് ഇതിൽ ത്രൂ മുന്നോട്ട് കടന്നു പോകേണ്ടതുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചൈനയുടെ സീപക് കോറിഡോറിന് വലിയൊരു തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രോജക്റ്റുകളൊക്കെ ചൈന സൈൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ചൈന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് താലിബാൻ ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ളത് വളരെ വെണ്ടകാശത്തിൽ തന്നെ ചൈനയ്ക്കുള്ളിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ഇസ് താലിബാൻ എന്നൊക്കെ ചോദിച്ചവർ പല രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട്. ഇതിന്റെ കാരണം വേറെ ഒന്നുമല്ല, താലിബാൻ ഇന്ത്യയുമായിട്ട് അടുക്കുന്നതാണ് ചൈനയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. ഈ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്ടിക്കലി പല സാഹചര്യങ്ങളിലും നമുക്ക് ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും അങ്ങനെ ഇന്ത്യയും ചൈനയും ഒരേപോലെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇടപെട്ട കാലത്ത് പ്രത്യേകിച്ചും അമേരിക്കയുടെ ഒരു താരിഫൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ സ്ട്രാറ്റജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ലോങ് റണ്ണായിട്ട് നമ്മൾ കോമ്പറ്റീറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ടാക്ടിക്കലി നമ്മൾ ചില വിഷയങ്ങളിൽ കൺസെൻസസിൽ നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ നമ്മൾ അടിയും പിണക്കമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷേ ഇപ്പം ചൈന എടുക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ഗെയിം പ്ലാനാണ്. ആ ഗെയിം പ്ലാനിൽ ചൈനയ്ക്ക് ചില വിഷയങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഈ താലിബാൻ ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ഏറ്റവും ആദ്യം അംഗീകരിച്ച ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ റഷ്യയാണ് താലിബാന്റെ ഭരണകൂടത്തിനെ ആദ്യമായിട്ട് അംഗീകരിച്ചത്, അപ്രൂവൽ കൊടുത്തത്. ലോകത്ത് വേറെ മറ്റൊരു രാജ്യങ്ങളും താലിബാൻ ഭരണകൂടത്തിനെ അഫ്ഗാനിസ്ഥാനിൽ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ താലിബാനുമായിട്ടാണ് ഇന്ത്യ ഇപ്പം ഒരു ബന്ധം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ചൈന ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു വക്താവായി മാറുന്നുണ്ട്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് തുടരെ ന്യായങ്ങൾ നിരത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ഇന്ത്യയുടെ ഒരു പോളിസി ചേഞ്ച്, അതായത് ഈ ഇടപെട്ട കാലത്തുണ്ടായ ഒരു പോളിസി ചേഞ്ചാണ് ഇത്. കഴിഞ്ഞ ഒരു 3.5 വർഷം കൊണ്ട് സംഭവിച്ചൊരു മാറ്റമാണ്. ഈ നോൺ സ്റ്റേറ്റ് ആക്ടിവിസ്റ്റുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ചാനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ചാനലിലൂടെയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനെ വെച്ചിരുന്നത്, റോഹിംഗ്യൻസിനെ വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ റഖൈൻ സ്റ്റേറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എത്രമാത്രം ഇന്ത്യക്ക് ഗുണകരമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഗുണകരമാവുന്നുണ്ട്. കാരണം ഇന്ത്യക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. അതുപോലെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല മേഖലകളിലും ഇന്ത്യക്ക് ഇടപെടൽ നടത്താൻ സാധിക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ വഴി നമ്മൾ തായ്ലാന്റ് വരെയുള്ള റോഡ് നിർമ്മിക്കുന്നുണ്ട്. ആ റോഡൊക്കെ ഈ മ്യാൻമർ ത്രൂ ആണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള ആ രാജ്യങ്ങളിൽ സാഹചര്യം കൊണ്ട് റിബലുകളായി മാറിത്തീരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻഡയറക്ട്ലി ഒരു കോൺടാക്ട് വെക്കേണ്ട സാഹചര്യത്തിലാണ് ഇന്ത്യ ഉള്ളത്. ഇതും ഒരു ഇൻഡയറക്റ്റ് ഡിപ്ലോമസിയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതേ ലെവലിലുള്ള ഒരു ഡിപ്ലോമസിയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യ ഡിക്ലെയർ ചെയ്ത് ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിലോട്ട് ഓപ്പൺ ചെയ്യുകയും അതുപോലെ അഫ്ഗാനിസ്ഥാന് ഇന്ത്യക്കുള്ളിലെ എംബസി ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ
രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇതിന് കാരണം. അതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക ഇന്ത്യക്ക് മേളിൽ ഈ രീതിയിലുള്ള സമ്മർദ്ദം, ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ അറിയാത്ത അമേരിക്ക ഇന്ത്യയുമായിട്ട് കളിക്കാൻ വന്നപ്പോഴത്തേക്കും ഇന്ത്യ ചെയ്ത ചില പ്ലാനാണ്. ആ പ്ലാനിൽ ഒന്നാണ് നമുക്ക് ഇറാൻ ത്രൂ. ഇപ്പോൾ ഇറാനെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേലിന് വേണ്ടാത്തൊരു രാജ്യമാണ്, അതേസമയം അമേരിക്കയ്ക്കും വേണ്ടാത്തൊരു രാജ്യമാണ്. വേണ്ടാത്ത മീൻസ് അവർക്ക് വഴങ്ങാത്ത രാജ്യമാണ്, അല്ലാതെ അവർക്ക് വേണ്ടാത്ത രാജ്യമല്ല. അപ്പോൾ ആ ഇറാനുമായിട്ടാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ട്രേഡ് റൂട്ട് കിടക്കുന്നത്. കാരണം നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനുമായിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള ട്രേഡ് റൂട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ടില്ല, എളുപ്പത്തിൽ നമുക്ക് സെൻട്രൽ ഏഷ്യയിൽ എത്താൻ വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാബഹാർ പോർട്ടാണ്. ആ ചാബഹാർ പോർട്ടിനെ നമുക്ക് അമേരിക്കൻ കൺട്രോളിൽ വെച്ചുകൊണ്ട് അവർക്ക് തോന്നുമ്പം അത് ഓപ്പൺ ആക്കുക, അവർക്ക് തോന്നുന്ന സമയത്ത് അവരതിനെ അടച്ചുപൂട്ടുക, അവർക്ക് തോന്നുന്ന സമയത്ത് സാങ്ഷൻ ഇടുക, ഇടാതിരിക്കുക, ഇതൊക്കെ ഇന്ത്യയെ വളരെയധികം ബുദ്ധിമുട്ടിലുണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ബദൽ മാർഗം ആലോചിച്ചത്. ഇതാലോചന അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ട് ഇന്ത്യ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ത്യ അമേരിക്ക അവിടെ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഹമീദ് കർസായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് 3.5 മില്യൺ ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റേഡിയം പണിത് കൊടുത്തിട്ടുണ്ട്, സ്കൂളുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പാർലമെന്റ് മന്ദിരം പണിത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അമേരിക്ക ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് അമേരിക്ക ഉള്ള ബലത്തിലാണ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ ഈ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്നത്. എന്നിട്ട് അമേരിക്ക അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നഷ്ടമാർക്കാണ്. എന്നാലും ഈ താലിബാനികൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ആ പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത സ്കൂളോ അതുപോലെ തന്നെ ഈ സ്റ്റേഡിയമോ അതേപോലെ പാർലമെന്റ് മന്ദിരങ്ങളോ ഇതൊന്നും തന്നെ ഡാമോ ഇതൊന്നും തന്നെ ഈ താലിബാനികൾ അടിച്ചു പൊട്ടിക്കാനോ നശിപ്പിക്കാനോ തുനിഞ്ഞില്ല. ഈ താലിബാനികളുടെ വിഷയം നമ്മൾ കുറച്ചുകൂടെ ചെകഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ താലിബാനികൾ എന്ന് പറയുന്നത് അവർ ഈ മതഭരണകൂടം കൊണ്ടു നടക്കുന്ന ആൾക്കാർ മാത്രമല്ല, അവർക്കൊരു ഗോത്ര കൾച്ചർ ഉണ്ട്. അതാണ് പഷ്തൂൺ. ഈ പഷ്തൂൺ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണ് ഇവർ. ഈ പഷ്തൂണിൽ തന്നെ ഒരുപാട് ഗോത്രങ്ങളുണ്ട്. പക്ഷേ പഷ്തൂൺ എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ അവർ ഈ പഷ്തൂൺ ഭാഷയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ പഷ്തൂൺ ഏരിയ അഫ്ഗാനിസ്ഥാന് വേണം എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ഇവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള അവരുടെ ഒരു നേച്ചർ. അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ സെക്രട്ടറി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ വന്ന സമയത്ത് ഈ പഷ്തൂണുകളുടെ ഒരു ഗ്രാസ് റൂട്ട് കിടക്കുന്നത് യു പിയിലുള്ള ദിയോബന്ദിലാണെന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറുകളിലൊക്കെ കിടക്കുന്ന ഈ അഫ്ഗാനിസ്ഥാനിലുള്ള ഈ പഷ്തൂണുകൾക്ക് ഇന്ത്യയിലുള്ള ഈ ദിയോബന്ദുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ഈ ദിയോബന്ദിലുള്ള ആ ഒരു മോസ്കാണ് വിസിറ്റ് ചെയ്തത്. ആ സംഘടന വലിയൊരു സംഘടനയാണ് ഈ ദിയോബന്ദ് എന്ന് പറയുന്നത്. അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ആ രീതിയിലൊരു കമ്മ്യൂണിറ്റി ഡോമിനൻസും കൂടി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം നമ്മൾ ഇത് കുറച്ചുകൂടെ പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധാര, ഈ കന്ദഹാർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്നതായിട്ടുള്ള പണ്ടത്തെ പുരാണിക് സ്റ്റോറികളൊക്കെ ഉണ്ട്. ഇപ്പൊ ചൈനയ്ക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശക്തമായ രീതിയിൽ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ചൈനയുടെ പരാതി. ഈ പരാതി കൊണ്ട് ഒന്നും നേടാനില്ല. കാരണം പാകിസ്ഥാൻ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക ഇപ്പം രംഗത്ത് വരുന്നില്ല. ഖത്തർ വന്നിട്ട് സമാധാനം സംസാരിക്കാൻ പോയിട്ട് ഖത്തറിന്റെ ഒരു മീഡിയേഷൻ പോലും അഫ്ഗാനിസ്ഥാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഖത്തർ ഇത്രയും നാളും അഫ്ഗാനിസ്ഥാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല പോലും. ഇപ്പോഴാണ് പെട്ടെന്ന് വന്നത്. ഒരു പാകിസ്ഥാൻ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം ഉണ്ടാകുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഖത്തർ ഓടി വന്നതാണ്. പക്ഷെ ഖത്തറിന്റെ റിക്വസ്റ്റിനെയൊക്കെ തള്ളിക്കൊണ്ട് വീണ്ടും ആക്രമണത്തിലേക്ക് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ പോയിരിക്കുന്നത്. ഇന്ത്യ ശക്തമായ രീതിയിൽ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കും. അഫ്ഗാനിസ്ഥാന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും എന്നുള്ള വാഗ്ദാനവും കൂടി കൊടുത്തിട്ടുണ്ട്. ജയശങ്കർ ഏതാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ ഇറങ്ങി അങ്ങ് അടിക്കും എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന് തൊട്ടടുത്ത് വരെയുള്ള വാചകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡ്, ഡബിൾ സൈഡ്. ഒരു സൈഡിൽ ഇന്ത്യ, മറ്റൊരു സൈഡിൽ അഫ്ഗാനിസ്ഥാൻ. ശരിക്കും നടുക്ക് പാകിസ്ഥാൻ ഒരു സാൻഡ്വിച്ച് എന്നുള്ള നിലയിലിരിക്കുന്ന അവസ്ഥയാണ്. ചൈനയ്ക്കും ഈ ഒരു അവസ്ഥയിൽ സ്ട്രാറ്റജിക് ആയിട്ട് പല ഡയലോഗ് ഡിപ്ലോമസി കൊണ്ടുവരിക എന്നുള്ളതിലുപരിയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ജമ്പ് ചെയ്യാനുള്ള താല്പര്യമില്ല, പറ്റില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ചൈനയുടെ ബോർഡറിൽ അവിടെ ഒരു സംഘടനയുണ്ട്. ചൈനയുടെ ബോർഡറിൽ, ചൈന അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നമ്മൾ ചൈന അഫ്ഗാനിസ്ഥാൻ ബോർഡർ നോക്കുന്നതിന് മുമ്പ് ചൈന അവതരിപ്പിക്കുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഫാക്ടർ തിയറിയാണ്. ഈ സെൻട്രൽ ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നത്തിന് കാരണം ഇന്ത്യയാണ്, ന്യൂഡൽഹിയാണ് എന്ന് പറയുന്നത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സെൻട്രൽ ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഫാക്ടർ തിയറിയാണ് ചൈന അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് അഫ്ഗാനിസ്ഥാൻ വേറൊരു കളി വെച്ചിട്ടുണ്ട്. ഈ ഷിങ്ജിയാങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസ് അഫ്ഗാനിസ്ഥാൻ ചൈന ബോർഡറിൽ നിന്നും ഏതാണ്ട് 4000 കിലോമീറ്റർ ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു പ്രൊവിൻസ് ആണ്. അപ്പോൾ അത്രയും ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ ശരിക്കും ഔട്ടറിൽ എറ്റീം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. ഈ എറ്റീം എന്ന് പറയുന്നത് ഈസ്റ്റേൺ തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ്. ഈസ്റ്റേൺ തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവര് വലിയ തോതിൽ ഈ ഉയ്ഗൂർ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളാണ്. ഈ ഉയ്ഗൂർ മുസ്ലിംസിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ എറ്റീം എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് സാധിക്കും. ഇത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അഫ്ഗാനിസ്ഥാൻ വേണമെങ്കിൽ ചൈനയ്ക്കുള്ളിൽ ഏത് നേരത്തും ഒരു തീവ്രവാദ ആക്രമണം അഴിച്ചുവിടാനുള്ള
ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പം നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞു വെച്ചല്ലോ, ഇതൊരു നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യ 3.5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പോളിസി ചേഞ്ച് ആണത്. അത് എന്തുകൊണ്ട് അത് ചെയ്തെന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും ഇവരുമായിട്ട് ബന്ധം വെക്കുന്നുണ്ട്, പല രാജ്യങ്ങളും ഇവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്, പല രാജ്യങ്ങളും ഇൻഡയറക്ട്ലി ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മൾ വലിയ മാന്യന്മാരാണ്, നമ്മൾ ഈ രീതിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം വെക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ഈ മറ്റുള്ളവന്മാരെല്ലാം ഇവരോട് പോയി സംസാരിച്ചിട്ട് നമുക്കെതിരെ പാരപണിയുന്ന ഏർപ്പാടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല. നമ്മളും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് നമ്മൾ ബന്ധം വെക്കണം, സ്ഥാപിക്കണം എന്നുള്ള തീരുമാനമെടുത്തതിൻ്റെ പുറകിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യലി നമ്മൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും, യമനിൽ നിന്നും, അതേപോലെ ഇറാഖിൽ നിന്നൊക്കെ നമ്മളുടെ ഇന്ത്യൻ വർക്കേഴ്സിനെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെയാണ് സ്ലോലി നമ്മൾ ഈ ഒരു നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. നമ്മളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജിന്റെ സമയത്താണ് ഈ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഡിപ്ലോമസി, ഒരു ഇൻഡയറക്റ്റ് ഡിപ്ലോമസിയും നമുക്ക് കൊണ്ടുപോകേണ്ടത് വളരെ അനിവാര്യമാണെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈന ഇപ്പോൾ വളരെ ദുഃഖിതരാണ്. അവർക്കിപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ട്രക്ക് ആയിരിക്കുകയാണ്. അവർക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കണോ അഫ്ഗാനിസ്ഥാനോടൊപ്പം നിൽക്കണോ എന്നുള്ള ഒരു പിടുത്തമില്ല. കാരണം അവരുടെ സീപക് കോറിഡോർ ഇപ്പം വെള്ളത്തിലായിരിക്കണം, അവതാളത്തിലായിരിക്കുകയാണ്. അതുപോലെ അവരുടെ കോപ്പർ പ്രോജക്റ്റ്, ഏറ്റവും കൂടുതൽ ചൈനയാണ് ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ പോയിട്ട് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തത്. പക്ഷേ ഇതുവരെ അവർക്ക് അവിടെ നിന്ന് ഒരു ചെറിയ കൊട്ട മണ്ണ് പോലും അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ചൈന ഇതിനെയൊക്കെ വളരെ ഡീപ്പായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ത്യക്കാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യക്കുള്ളിൽ വരികയും ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് പറയുകയും ചെയ്തതാണ് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് റെയർ എർത്ത് എലമെന്റ്സ് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അമേരിക്കയ്ക്ക് ഒരു ചെക്ക് വെക്കുന്ന രീതിയിൽ ഓയിൽ റിഫൈനറി, ഇന്ത്യയുടെ ഓയിൽ റിഫൈനറി അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നു. ബിൽഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ റഷ്യൻ ഓയിൽ അവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിലൂടെ അഫ്ഗാനിസ്ഥാനും ഒരു നേട്ടമുണ്ടാവും, ആ രാജ്യത്തിനും ഒരു പുരോഗതി ഉണ്ടാവും. അതുപോലെ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഈ റെയർ എർത്ത് എലമെന്റ്സും ഈ ഓയിലും ഇന്ത്യ ചബഹാർ പോർട്ടിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. ആ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിലൂടെ ഇറാന് പെർ ഇയർ 2 ബില്യന്റെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും ഇറാന്. ഇതൊക്കെയാണ്. അപ്പോൾ ഇറാന് തന്നെ 2 ബില്യന്റെ റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ആ രീതിയിൽ സെൻട്രൽ ഏഷ്യ സൈഡിൽ ഇന്ത്യ വളരെയധികം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. യൂറോപ്പിനെയും അമേരിക്കയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയോടൊപ്പം വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് റഷ്യ. അപ്പോൾ പലരും റഷ്യ എടുത്ത് എണ്ണ വാങ്ങുമോ വിൽക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചില്ലറ തർക്കങ്ങളാണ് നടത്തുന്നത്. ഇന്ത്യ റഷ്യയുമായിട്ട് ബന്ധം വിക്ഷേപിക്കുന്ന ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം സ്ട്രോങ് ആയിരിക്കുകയാണ് ഇന്ത്യ റഷ്യ ബന്ധം. കാരണം ഇന്ത്യ ഈ സെൻട്രൽ ഏഷ്യ ഭാഗത്ത് വളരെയധികം സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനെ കൃത്യമായിട്ട് കയ്യിലെടുത്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്ലാൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഓയിൽ റിഫൈനറി പ്ലാന്റ് ഇട്ട് ഓയിൽ റിഫൈൻ ചെയ്ത് ഗ്ലോബലി ട്രേഡ് നടത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കയല്ല ആർക്കും തന്നെ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ഫോക്കസ് വളരെ ക്ലിയർ ആണ്. റഷ്യ വളരെയധികം ശക്തമായിട്ട് ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. റഷ്യൻ ഓയിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് റിഫൈൻ ചെയ്യും. അത് ഇന്ത്യക്ക് കൊണ്ടുവരുന്നു, നയാറ അങ്ങനെയൊക്കെ പറയുന്നതിലുപരിയായിട്ട് ഏറ്റവും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ആ ഒരു റൂട്ട് മാപ്പ് വളരെ വ്യക്തമാണ്. ഇതിലും അധികം അഫ്ഗാനിസ്ഥാനുമായിട്ട് വളരെയധികം ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അഫ്ഗാനിസ്ഥാന് വളരെ സെക്യൂരിറ്റി സപ്പോർട്ട് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൈമാറും. ആ കൈമാറുന്ന സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ പോയി അറ്റാക്ക് നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരെയധികം ശക്തിപ്പെടുകയാണ്. ഇനി താലിബാൻ അല്ല, ഇനി ആര് വന്നാലും അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ ആ ഒരു സാന്നിധ്യം അത് അൺഅവോയ്ഡബിൾ ആണ്. അതേസമയം മറ്റുള്ള രാജ്യങ്ങൾ, ചൈന ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ, ഇവർക്ക് ആർക്കും തന്നെ സെൻട്രൽ ഏഷ്യയിൽ ഇന്ത്യയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യ ഇപ്പോൾ സൃഷ്ടിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനി ചിലർക്ക് ചില ഡൗട്ട് ഉണ്ടാവാം, അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയോടൊപ്പം പോകുമോ എന്നുള്ള ഡൗട്ട് ചിലർക്ക് ഉണ്ടാവാം. പക്ഷേ അതങ്ങനെ സാധിക്കില്ല. കാരണം അതിന് ഒറ്റ റീസണേ ഉള്ളൂ. കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. ചൈനയെ അഫ്ഗാനിസ്ഥാൻ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ കാരണം തന്നെ അതാണ്, റീസൺ തന്നെ അതാണ്. പക്ഷേ റഷ്യക്കും ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാന്റെ മുന്നിൽ ആ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷനാണ് വളരെ കൃത്യമായിട്ട്, ആ ഒരു ഗ്യാപ്പാണ് ഇന്ത്യയും റഷ്യയും ഉപയോഗിക്കുന്നത്. ചൈനയ്ക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചൈന ആദ്യം ചൂസ് ചെയ്യുന്നത് പാകിസ്ഥാനെ ആയിരിക്കും. കാരണം അവർക്ക് ഇന്ത്യ വേറൊരു സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് അവർക്ക് നേട്ടമില്ല. അവർക്ക് ആകെ കൂടി ആ ഒരു ട്രേഡ് റൂട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെയൊക്കെ ചൈന വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു ഒറ്റ റീസണാണ് അഫ്ഗാനിസ്ഥാൻ ചൈനയെ മാറ്റി നിർത്താനുള്ള കാരണം. ചൈന കോപ്പർ മൈനിങ്ങിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഇട്ടിട്ട് വർഷങ്ങളായി, ഇതുവരെ കോപ്പർ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതാണ് അവസ്ഥ.
പക്ഷേ ഇന്ത്യ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. എംബസി ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇന്ത്യ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് ആണ്. ചൈന ഇന്ത്യയെ വിമർശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ചൈനയ്ക്കുള്ളിലുള്ള പത്രങ്ങളിലൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്ലോബൽ മീഡിയയൊക്കെ ശ്രദ്ധിച്ച് ഇത് തീർച്ചയായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വാണിംഗ്, ചില ക്രിട്ടിക്സ് ഇതൊക്കെ ഇന്ത്യക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കരുതിയാൽ മതി ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ ഒരു താക്കീതിനെയും ഒരു വാണിങ്ങിനെയും ഒരു മുന്നറിയിപ്പിനെയും മുഖവിലേക്ക് എടുക്കാതെ ഇന്ത്യ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ, സെൻട്രൽ ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കലാണ് നമ്മളിപ്പോൾ ക്രാക്ക് ഡൗൺ ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ വിട്ടുപോയ പോയിന്റുകളൊക്കെ കുറേ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റുകൾ, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.